അപ്പോഴേ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. ഡ്രസ്സ് പോലും മാറ്റാതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സാരികളൊന്നുകൂടി കാണണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് എം ലോഫ്റ്റിൻ്റെ ഷോപ്പർ ബാഗ് കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോൾഡും ബ്ലാക്കും കളർ തീമിൽ വന്നിട്ട് ഫ്ലോറൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് ഒരു ഡ്രസ്സിൻ്റെയൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു ഷോപ്പർ ബാഗ്. ഞാനത് രണ്ടെണ്ണം കൂടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് അമ്മ വാങ്ങിച്ച സാരികൾ. അമ്മയ്ക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള സാരികൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അല്ലാതെ ഞങ്ങൾക്ക് ഇനി അടുത്ത ഫംഗ്ഷൻസ് ഒന്നും വരാനില്ല. എങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ വെഡ്ഡിങ് സാരീസൊക്കെ നോക്കാമായിരുന്നു. നമുക്ക് അങ്ങനെ ഫംഗ്ഷനൊന്നും വരാനില്ല കേട്ടോ. അതുകൊണ്ട് ഡെയിലി യൂസ് ആയിട്ടുള്ള സാരികൾ വാങ്ങാനാണ് പോയത്. എം ലോഫ്റ്റിൽ പോയി സാരി വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ കാത്തിരുന്ന് പോയതുമാണ്. അടുത്ത രണ്ടാമത്തത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ബ്ലാക്കും ബേജും ഒക്കെ വന്നിട്ട് ഇതൊക്കെ കോട്ടൺ സാരികളാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരികൾ. കാണുമ്പോഴത്തേക്കും ഒരു ജോർജറ്റ് മെറ്റീരിയൽ പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരികളാണ്. മൂന്നാമത്തെ സാരി ഇതാണ്. ഇതും മൾട്ടി കളറിൽ വരുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ. കാണുമ്പോഴത്തേക്ക് നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഈ 3 സാരികളാണ് കേട്ടോ അമ്മ സെലക്ട് ചെയ്തത്. അമ്മയുടെ കൂടെ വെറുതെ പോയതാണ്. ഞാൻ പറ്റിയാൽ ആറ്റാൽ ബംഗാളിക്ക് പറ്റിയ സാരി ഉണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു സാരി എൻ്റെ കണ്ണിലുടക്കി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ എടുത്തതാണ് ഇതും ബേജും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ സാരിയാണ് കേട്ടോ. നമ്മൾ ഉടുത്താങ്കിൽ നമ്മുടെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന ഒരു സാരി ഉണ്ടല്ലോ. അതായത് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനത്തെ സാരികളൊക്കെ ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും, നല്ല സുഖമായിരിക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അടുത്ത ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അതൊരു ഇൻഡിഗോ കളറിലുള്ളതാണ്. അത് പക്ഷേ കോട്ടൺ അല്ല കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലല്ല, വേറെ ഏതോ മെറ്റീരിയലാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ ബോഡിയിൽ ഈ സിക്സാഗ് ലൈൻ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ ത്രെഡ് വർക്ക് ചെയ്തതാണ്. നല്ല സാരിയാണ്. എനിക്കിത് രണ്ടും ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ്. രണ്ടുമല്ല, അവിടെയുള്ള കോട്ടൺ സാരിയൊക്കെ എനിക്ക് എല്ലാം ഇഷ്ടമായി നമുക്ക്. പക്ഷേ ഞാനങ്ങനെ സ്ഥിരമായിട്ട് സാരി ഉടുക്കുന്ന ആളല്ല കേട്ടോ. കാണുമ്പോൾ ഇഷ്ടം തോന്നി വാങ്ങി വയ്ക്കും എന്നല്ലാതെ സ്ഥിരമായിട്ട് ഞാനങ്ങനെ സാരി ഉടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ടും കാര്യമില്ലല്ലോ. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാരികളാണ്. അത് വച്ചിട്ട് വരാനും തോന്നാതെ ഞാൻ കൈ പിടിച്ചുകൊണ്ട് നിന്നതാണ്. അവസാനം വിചാരിച്ചു നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള സാരിയാണ്. ആദ്യത്തേത് ഇതും ബ്ലാക്കും ബീജും കളർ കോമ്പിനേഷൻ വരുന്ന കോട്ടൺ സാരിയാണ്. രണ്ടാമത്തേത് ഒരു ബ്രിക്ക് റെഡ് കളറാണ്. അതും ഒരു നല്ല സാരിയാണ്. രണ്ടും ഒരേ മെറ്റീരിയലിൽ കോട്ടൻ്റെ തന്നെയാണ് കേട്ടോ. സാരി ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ രണ്ട് സാരികളും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിന് എന്തെങ്കിലും കമൻസ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ മാർച്ച് 8-ന് ഈ സാരി ആർക്കുള്ളതാണെന്ന് ഞാൻ പറയാം. നിങ്ങളിൽ നിന്ന് 2 പേരെ ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.